നമസ്തേ. സുഭാഷിതം. അനിത്യം യൗവനം രൂപം ജീവനം രത്നസഞ്ജയഃ ഐശ്വര്യം പ്രിയ സംവാസോ ഗൃധ്യേത് തത്ര ന പണ്ഡിതഃ. ഇതിൻ്റെ ഒന്നുകൂടി വിശദീകരിക്കാതെ, അനിത്യം യൗവനം രൂപം ജീവനം രത്നസഞ്ജയഃ ഐശ്വര്യം പ്രിയ സംവാസോ ഗൃധ്യേത് തത്ര ന പണ്ഡിതഃ. ഇവിടെ പറയുന്നത് യൗവനം, സൗന്ദര്യം, ജീവൻ, സമ്പത്ത്, ഐശ്വര്യം, പ്രിയപ്പെട്ടവരോടുള്ള വാസം ഇവയെല്ലാം അനിത്യങ്ങളാകുന്നു. അതുകൊണ്ട് അറിവുള്ളവർ അതൊന്നും ആഗ്രഹിക്കരുത്. ഇപ്പം എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? യൗവനം കുറച്ച് കാലം കഴിയുമ്പോൾ അത് മാറുമല്ലോ. സൗന്ദര്യം മാറും. ജീവൻ ഇല്ലാതെയാകും. സമ്പത്ത് ഏതെങ്കിലും തരത്തിൽ തിരിമറിയെ നടത്തി നഷ്ടപ്പെടും. ഐശ്വര്യവും ഇല്ലാതെയാകും. അതേപോലെയാണ് പ്രിയപ്പെട്ടവരോടുള്ള വാസം. ഇത്രയും വിഷയങ്ങൾ നിത്യങ്ങളല്ല. അതെന്നേക്കുമായി നമ്മിൽ നിന്ന് വിട്ടുചേർന്ന് പോകും. അതുകൊണ്ട് അറിവുള്ളവരതൊന്നും ആഗ്രഹിക്കുന്നില്ല. ഇത് പറയുമ്പോൾ എല്ലാവർക്കും അത്ര ഇഷ്ടപ്പെടാറില്ല. കാരണം ഇതൊക്കെ കാര്യങ്ങളാണ് എന്ന് കരുതി ഇതൊന്നും നമുക്ക് നിത്യങ്ങളല്ലാത്തത് കൊണ്ട് നമ്മൾ അറിവുള്ളവർ ഇത് ആഗ്രഹിക്കുന്നില്ല എന്നേ ഉള്ളി സുഭാഷിതം പറയുന്നത്. അതുകൊണ്ട് ധനം സ്വരുക്കൂട്ടി വയ്ക്കുന്ന സ്വഭാവം ഉപേക്ഷിക്കണം. ദൗർലഭ്യം കൊണ്ടുണ്ടാകുന്ന ക്ലേശങ്ങളെ സഹിക്കുകയും ചെയ്യൂ. ധനവാന്മാർ ആരും പൂർണ്ണ സുഖമുള്ളവരായി കാണുന്നില്ല. അവരും പലവിധ ക്ലേശങ്ങൾ കൊണ്ട് വലയുന്നവരുമാണ്. അതുകൊണ്ട് ധർമ്മനിഷ്ഠരായവർ അനീകാർത്ഥ, അതായത് ഈശ്വരേച്ഛയാൽ ന്യായപൂർവകമായി ലഭിക്കുന്ന സ്വയം വന്നു ചേരുന്ന ധനം, അതിനെ മാത്രം പ്രശംസിക്കുന്നുള്ളൂ ഇത് വിഷയത്തിൽ. അപ്പം നമ്മൾ ജീവിച്ചിരിക്കുന്ന അത്രയും കാലം ധർമ്മത്തിലൂടെ, സത്യസന്ധമായ നീതി, അങ്ങനെയുള്ള വ്യവസ്ഥകളിലൂടെ ജീവിക്കുക എന്നൊക്കെയാണ് സുഭാഷിതം നമ്മളെ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ അനിത്യങ്ങളായ കാര്യങ്ങളിലൂടെ കൂടുതൽ മുമ്പോട്ട് പോകാതെ ഇതെല്ലാം നമ്മളിൽ നിന്ന് അകന്നു പോകും, നഷ്ടപ്പെടും എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി നമ്മൾ മുമ്പോട്ട് പോവുക. ഇതാണ് ഈ സുഭാഷിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമസ്തേ.